ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താനൊന്നും മിണ്ടാതിരിക്കാൻ എന്താ വേണ്ടത്? എനിക്ക് ഇറങ്ങിയേ പറ്റൂ, അല്ലെങ്കിൽ വണ്ടി നിർത്തിക്കേ, ഞാൻ ഇറങ്ങിക്കോളാം. അവളെ ഹരി ഞങ്ങൾക്ക് വിട്ടു തന്നേ പറ്റൂ. ഞങ്ങൾ ഒന്നിക്കുമ്പോ ഞങ്ങളുടെ മോളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമല്ലോ. ഇവരെ മോളെ കുറിച്ചുള്ള അവകാശവാദത്തിനൊക്കെ ഞാനും അമ്മാവനും കൃത്യമായ മറുപടി നിനക്ക് തന്നിട്ടുള്ളതാ. അതിൽ കൂടുതലൊന്നും നമ്മൾ തമ്മിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹരി, അത് പോരല്ലോ ഹരി. കല്യാണയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ നിനക്ക് എന്താ അവകാശം? ഏതോ ഒരു ദിവസം ഒരു പെണ്ണിനെ കണ്ടുമുട്ടി 3 or 4 ദിവസം അവള് ഭ്രമിക്കുന്ന കുറെ വാക്കുകൾ പറഞ്ഞു. 5ാം ദിവസം അവളുടെ കിടപ്പറയിൽ എത്തിയിട്ട് നീ മടങ്ങി. എന്നിട്ട് അവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവള് പ്രസവിച്ചോന്ന് അറിഞ്ഞിട്ടും 9 വർഷം തിരിഞ്ഞു നോക്കാത്ത നീ അവകാശത്തിന്റെ കണക്ക് പറഞ്ഞാലേ ആട്ടെ ഞാൻ. പിന്നെ വീണയുടെ കാര്യം, വീണയും നീയും തമ്മിലുള്ള കോംപ്രമൈസ് നടത്തിയോ ഒന്നിച്ച് ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ അവളോടൊരു കാര്യം ചോദിക്കണം. അവൾ എപ്പോഴെങ്കിലും ആ കുഞ്ഞിന്റെ അമ്മയായിട്ടുണ്ടോന്ന്? എടാ, കുഞ്ഞിനെ ചോദിക്കേണ്ടത് അമ്മയാണ്, അച്ഛനാണ് അവകാശം പറയേണ്ടത്. നിങ്ങൾ രണ്ടുപേരും എന്റെ കല്യാണിയെ സംബന്ധിച്ച് അച്ഛനോ അമ്മയോ അല്ല. നിനക്ക് കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് പിരിയാം. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പക്ഷേ ഹരി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ. വീണയായിട്ടുള്ള ബന്ധം അംഗീകരിക്കാൻ എന്റെ കുടുംബം തീരുമാനിച്ചതുകൊണ്ട് കുഞ്ഞിന് വേണ്ടിയുള്ള അവകാശവാദത്തില് എന്റെ കുടുംബം ഞങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ വീണയുടെ കാര്യത്തില് ഹരി എന്നെ അടിച്ചു വീഴ്ത്തിട്ടുണ്ട്. ഞാനതൊന്നും മറന്നിട്ടില്ല. തിരിച്ചടിക്കാനുള്ള എന്റെ കഴിവ് ഹരിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടില്ല. എന്റെ പാടത്ത് നിന്ന് ഞാൻ കരയെ കയറിയിട്ട് 8-9 വർഷമാവുന്നു. പക്ഷെ എന്റെ ഈ കൈക്കരുത്ത് ഇപ്പോഴും മാറിയിട്ടില്ല. ഈ കൈയുടെ തഴമ്പും. എന്റെ നാട്ടിലൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. നിന്നെ ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. പോടാ. എടാ, അത് ആ വീണയുടെ അവരൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവരുടെ ജീവിതം കൊടിയേറുമ്പോ ബേലിക്കല്ലിൽ ഹരിയുടെ ജീവിതം തന്നെ വേണം. അതിനുവേണ്ടി വന്നതവൻ.
ഡാ നീ വാടാ. ഇതെന്തു പറ്റി? വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോ മിണ്ടതായോ? നമ്മൾ പുറപ്പെട്ടപ്പോ മുതല് ഹരി ഒന്നും സംസാരിച്ചിട്ടില്ല. ഇനി നാട്ടുകാരെ കണ്ടതിന്റെ സന്തോഷത്തില് പുതിയ കവിതയുടെ പണിപ്പുരയിലോ മറ്റോ ആണോ? താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അതെങ്ങനെയാ മിണ്ടാതിരിക്കുന്നെ? ഇത്രയും നേരം എല്ലാവരോടും ചിരിച്ചും കളിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് സൈലന്റ് ആവെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? ഇതിപ്പോ കൂടെ ഇരിക്കുന്ന ഞാനെന്തോ തെറ്റിയത പോലെയാണല്ലോ. കവിക്ക് ഇത്തിരി അഹങ്കാരം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഹരി, കാര്യം എന്താന്ന് പറ. അല്ലാതെ എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. താനൊന്നും മിണ്ടാതിരിക്കാൻ എന്താ വേണ്ടത്? എനിക്ക് അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ വണ്ടി നിർത്തിക്കേ, ഞാൻ ഇറങ്ങിക്കോളാം. നിർത്താനല്ലേ പറഞ്ഞത്? ഹരി, ഇനി പറ, എന്താ തനിക്ക് അറിയേണ്ടത്? ഇവിടുന്ന് തനിച്ചങ്ങ് പോണോ? പൊയ്ക്കോ. അല്ലെങ്കിലും ചേർത്ത് നിർത്തി ഒന്നും കൂടെ നിൽക്കില്ലല്ലോ. ഹരി, ഇതെന്തൊക്കെയാ പറയുന്നേ? നമ്മൾ ഒന്നിച്ചാ വന്നത്, ഒന്നിച്ച ചടങ്ങിൽ പങ്കെടുത്തതും. അല്ലെങ്കിലും നാളെ നിർണായകമായൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോവല്ലേ? എന്നിട്ട് ഹരി എന്നിങ്ങനെ കൺഫ്യൂഷൻ ആക്കാതെ. അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ എന്തേലും സംഭവിച്ചതാണെങ്കിൽ അതെന്നോട് തുറന്നു പറ.